ഹലോ കൂട്ടുകാരെ, അപ്പോൾ ദാ നമുക്ക് കുറച്ച് പ്രോൺസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പ്രോൺസ് ഒക്കെ നല്ലതുപോലെ കഴുകി അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ചട്ടിക്കകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോൺസ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ചൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ 2 കഷ്ണം കൊടപ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസ് ഒക്കെ നല്ലതുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഫ്ലെയിം ഓണാക്കി നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നെയ്മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്, നെയ്മീൻ വറ്റിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ചതച്ചത്, ഒരു 3-4 പച്ചമുളക്, അതുപോലെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ശേഷം നമുക്കിതിലേക്ക് ഒരു 4.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 5-6 പീസ് കൊടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പ്രോൺസ് ഒക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ഇതിനകത്ത് വെള്ളം വേണം. അപ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മസാലകളിലേക്ക് വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചട്ടിയിലിരുന്ന് ഒന്നും കൂടെ ഇത് വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ അരപ്പിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മീനൊക്കെ കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. ഒന്നും കൂടെ ഒക്കെ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ചാറൊക്കെ വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ നെയ്മീൻ്റെ കഷ്ണങ്ങൾ ഞാൻ കുറച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ പൊരിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെയ്മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മീനൊക്കെ ഇവിടെ വറുത്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ ആ സമയത്തേക്ക്. അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ബാക്കിയിരിക്കുന്നതും കൂടി ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ. ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ. വേറൊരു മസാലകളും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചേക്കാണ് നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇതുപോലെ കട്ടായിട്ടിരിക്കുന്നത്.
നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ 4 എണ്ണം ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഇത് ഫ്രൈ ആയി വരണം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പ്രോൺസ് നമ്മൾ വേവിച്ചപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി, അതുകൊണ്ട് നമുക്കിത് ഇപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ആ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മസാലകൾ, അതായത് ഈ സവാളയൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച് വരണം. അപ്പം ഈ വെള്ളത്തെപ്പാടെ ഈ പ്രോൺസും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി വെള്ളമൊക്കെ ഇതിൽ കിടന്ന് നല്ലതുപോലെ വറ്റി കുറുകി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു പാകമാവുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോഴേ നല്ല എണ്ണയൊക്കെ വറ്റി നല്ല ഫ്രൈ ആയിട്ട് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സീ ഫുഡ് വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.